ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സേമിയ കൊണ്ട് പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് ചെറുതാക്കി മുറിച്ച് കപ്പിൽ അളന്നെടുത്തതാണ് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സേമിയയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. 2 മിനിറ്റ് മതി കേട്ടോ, ഒരുപാട് സമയം വെക്കരുത്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇപ്പം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ആ പഴത്തിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി തേങ്ങ ചിരവിയത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ താഴ്ഭാഗത്ത് നിരന്ന് കിടക്കുന്ന രീതിയിൽ കുറച്ച് തേങ്ങ ചിരവിയത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയയുടെ മുകളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസസ് ഇല്ലേ, അതും ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. ഈ സേമിയ കുറച്ച് കട്ട പിടിച്ചിട്ടാണ് ഇട്ടുണ്ടാവുക. അത് കുഴപ്പമില്ല, നുള്ളി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊക്കെ ആ പഴവും സേമിയൊക്കെ കിടന്നിട്ട് ബ്ലോക്കായി കഴിഞ്ഞാൽ ആവി പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആവി വരണമെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. നമ്മുടെ പുട്ടുകുറ്റി ബാക്കിൽ നിന്ന് തള്ളുന്ന ആ ഒരു കോലുണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പപ്പടക്കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം, എന്നാലേ ആവി പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. ആവി വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സേമിയ കൊണ്ടുള്ള ഈ ഒരു പുട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് റെഡി ആയപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് റാഗി വെച്ചിട്ടും ക്യാരറ്റിൻ്റെയൊക്കെ ഫ്ലേവറിൽ നമുക്ക് കിട്ടുമല്ലോ ഇതുപോലെ സേമിയ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു സാധാരണ സേമിയ വെച്ചിട്ട് ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കറി കൂട്ടി കഴിക്കാൻ പറ്റില്ല. ഒന്നുകിൽ തേങ്ങയും സേമിയയും മാത്രമായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പഴം ഇടയിലിട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ പഴമൊന്നും ചേർത്തിട്ട് ഇതുപോലെ ഒരു പുട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.